ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരുപോലെ വളർന്നു വരണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എവിടെ തൊട്ടാ പണിയുന്നത്? ജോണച്ചാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ദൈവവചനത്തിൽ അതിനകത്ത് ഒരു സംശയവുമില്ല. ദൈവവചനം എല്ലാത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഇച്ചിലൂടെ അങ്ങോട്ടങ്ങ് മുന്നോട്ട് പോവാം. നമ്മളിപ്പോൾ പ്രൈസ് ഗോഡ് ഫോർ IPC ഹെബ്രോൻ ചർച്ച് കഴിഞ്ഞ 30 വർഷക്കാലം ദൈവം നമ്മെ നടത്തി, നയിച്ചു, മാനിച്ചു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മെ നയിക്കും. അങ്ങനെയാണെങ്കിൽ ആ ദൈവഹിതത്തിന്റെ റൈറ്റ് സെന്ററിൽ നാം നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ എവിടെ പണി തുടങ്ങേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. മാസ്റ്റർ ബെഡ്റൂമിൽ വെരി ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ സ്പെസിഫിക് ആയിട്ടാണ്. എന്തോ അഭിപ്രായം പറഞ്ഞു? എവിടെ തുടങ്ങണ്ടേ? ഏതാ? കുടുംബത്തിൽ. That's what exactly. IPC ഹെബ്രോൻ സഭ ദൈവം ഉദ്ദേശിക്കുന്ന വിധത്തിൽ ദൈവഹിതത്തിന്റെ റൈറ്റ് സെന്ററിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ IPC ഹെബ്രോൻ സഭയിലെ ഓരോ കുടുംബങ്ങളും ദൈവഹിതത്തിന്റെ റൈറ്റ് സെന്ററിൽ വരണം. ഇത് മുതൽക്കാലം അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മെ നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം വീണ്ടും പുനർപരിശോധന നടത്തണം. നാം ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ച ക്ലാസിന്റെ ആ ലാസ്റ്റ് ലെസൺസ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മൾ ആത്മീയ പോരാട്ടത്തെ കുറിച്ചാണ് കഴിഞ്ഞ 4 ആഴ്ചകളിൽ ശ്രദ്ധിച്ചത്. ആത്മീയ പോരാട്ടത്തിന്റെ സൊല്യൂഷൻ എന്താണ്, അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച ദൈവാത്മാവ് നമ്മെ പഠിപ്പിച്ചു. അതിനെന്തോ സൊല്യൂഷനായിട്ട് പറഞ്ഞത് ബി എ നോർമൽ ക്രിസ്ത്യൻ. അല്ലയോ? ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ ക്രിസ്ത്യൻ എന്നല്ല, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നോർമൽ ക്രിസ്ത്യൻ. ആ നോർമൽ ക്രിസ്ത്യന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 6 കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി. ഇതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉരുവിടണം. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപ്പെടണം. എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഐക്യത. 1, അതാ റോമ പട്ടാളക്കാരനെ ഒന്ന് ഓർക്കണം. 1 ഹെൽമറ്റ്, ബ്രസ്റ്റ് പ്ലേറ്റ്, ബെൽറ്റ്, ബൂട്ട് ഓർക്കുന്നുണ്ടല്ലയോ? ഷീൽഡ്, വാള്. അങ്ങനെയാണ് ഇനി പറ. രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. 2, രക്ഷിക്കപ്പെട്ട വ്യക്തി രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നയാളാകണം. അതാ നീതി എന്ന് പറയുന്നത്. നീതീകരിക്കപ്പെട്ട വ്യക്തിയായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കണം. ആമേൻ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ രക്ഷയുടെ അതേ നിലവാരത്തിൽ ആത്മാവിന് വിധേയപ്പെട്ട് വിശുദ്ധിയുടെ പ്രമാണത്തിൽ മുന്നോട്ട് പോകുന്നവനായിരിക്കണം. 3ാമത്തെ ഏതവാ? സത്യം. ക്രിസ്തീയ ജീവിതം വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചതായിരിക്കണം. A normal Christian life is centered on Christ and centered on the immutable word of God. Amen. 4ാമത്തെ എന്തോ പ്രത്യേകത? പോകുന്നിടത്തൊക്കെ സുവിശേഷം വലിച്ചെറിയുന്ന ആളായിരിക്കണമെന്ന്. സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി. ബാഗിനകത്ത് ഗോസ്പൽ ട്രാക്ട്സ് ഉണ്ടായിരിക്കണമെന്ന്. ഓടിക്കുന്ന കാറിനകത്ത് സുവിശേഷ പ്രതി ഉണ്ടായിരിക്കണമെന്ന്. ഭർത്താവ് പെട്രോൾ അടിക്കുമ്പോൾ ഭാര്യ നടന്ന് ട്രാക്ട് കൊടുക്കണമെന്ന്. ഓഫീസിലിരിക്കുന്നവരോട് സുവിശേഷം പറയണമെന്ന്. സുവിശേഷം പറയാത്ത പെന്തിക്കോസുകാരൻ വിശ്വാസിയല്ല. അതാ ദൈവവചനം പറയുന്നത്. സുവിശേഷം പറയാത്ത വിശ്വാസി
ബൂട്ടിടാത്ത പട്ടാളക്കാരനെ പോലെ കഴിഞ്ഞ ആഴ്ച ദൈവാത്മാവ് പറഞ്ഞത്. അഞ്ചാമത്തെ പ്രത്യേകത എന്തുവാ? ആഴമേറിയ വിശ്വാസമുള്ളവൻ. ആറാമത്തെ എന്തുവാ? ദൈവവചനത്തിൽ വെൽ വേഴ്സ്ഡ് ആയിരിക്കണം. വചനം കൊണ്ട് വേണം പിശാചിനെ വെട്ടുവാൻ. ഞാനിത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്യിക്കും. ഒരു നോർമൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആരാണെന്നുള്ളത് തിയോററ്റിക്കലി ഗ്രഹിക്കുകയും പ്രായോഗിക ജീവിതത്തിൽ നിറവേറ്റുകയും ചെയ്യണം. രക്ഷിക്കപ്പെട്ട വ്യക്തി, രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നയാള് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വിശ്വാസത്തിൽ ഉറച്ച് വചനത്തിൽ വെൽവേഴ്സ്ഡായി നിന്ന് ആരോടും സുവിശേഷം പറയുന്ന വ്യക്തിത്വം. ഈ 6 കാര്യത്തിൽ 5 എണ്ണം നമ്മളെല്ലാം സമ്മതിച്ചുകൊണ്ടിരുന്നതായി ഇതുവരെ. സുവിശേഷം പറയണമെന്നുള്ള ഇതുവരെ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നല്ലയോ? ശ്രദ്ധിച്ചോണം. സുവിശേഷം പറയാത്ത വ്യക്തി ബൂട്ടിടാത്ത പട്ടാളക്കാരൻ. മുഴുവൻ യൂണിഫോമും ഉണ്ട്, കാല് ചപ്പല് പോലും ഇല്ലാതെ യുദ്ധത്തിനൊടുത്ത് പോകാന്ന് പറഞ്ഞാൽ എന്തോ അല്ലയോ? ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഇരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന വിധത്തിൽ നമ്മെ കാണുവാനിടയാകട്ടെ. നമ്മുടെ പോരായ്മകളെ കാണുവാൻ നാം തയ്യാറാകട്ടെ. പോരായ്മകളുടെ മുമ്പിൽ സമർപ്പണമുള്ളവരായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കുന്നത് ദൈവശബ്ദം കേട്ടോണ്ടാണ്. എന്തോ പറഞ്ഞെന്നറിയാമോ? അങ്ങേ കരയിൽ നിന്ന് നേടിയത് എന്തെന്ന് അറിയുമെന്ന്. ഇങ്ങേ കരയിൽ നിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്താലേ അങ്ങേ കരയിൽ ചെല്ലുമ്പോൾ പ്രശംസിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. വീണ്ടും നമുക്ക് വചനത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തോട് പ്രതികരിച്ചു. ഒരു ലോക്കൽ സഭ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ബലപ്പെട്ട തികവുകളിലേക്ക് ഉയരണമെങ്കിൽ അതിന്റെ പണി ആരംഭിക്കേണ്ടത് ലോക്കൽ സഭയിലെ ഓരോ കുടുംബങ്ങളിലും. നമ്മൾ സാധാരണ ആരാധന യോഗങ്ങളിൽ വായിക്കാത്ത ഒരു വചനം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. സാധാരണ കല്യാണത്തിലാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 16 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. വളരെ ശ്രദ്ധിക്കണം. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുൻപിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. എന്നാൽ മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. ഭാര്യയോട് പറ്റിച്ചേർന്നവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഈ വചനത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഉടനെ ദൈവം അതിന്റെ ബാക്കിയും പറഞ്ഞു, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. ഇനിയും അതിന്റെ 20-ാം വാക്യത്തിൽ വരുമ്പോൾ, എങ്കിലും ശ്രദ്ധിച്ചോണം,
എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണയെ കണ്ടു കിട്ടിയില്ല. പിന്നെ ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ആകയാൽ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചോ. ഈ ആദാമിന്റെ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് സർവജ്ഞാനിയായ ദൈവം മനസ്സിലാക്കി. ദൈവം അത് മനസ്സിലാക്കുക മാത്രമല്ല, അതിന്റെ പരിഹാരവും ദൈവം തീരുമാനിച്ചു. ഞാൻ അവര് തുണയെ കൊടുക്കുമെന്നല്ല പറഞ്ഞത്, തക്കതായ തുണയെ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ഇത് കഴിഞ്ഞപ്പോ സൃഷ്ടിച്ച മൃഗജാലങ്ങളെ മുഴുവൻ ഈ ആദാമിന്റെ മുമ്പിലൂടെ കടത്തിവിട്ടതിന്റെ ഉദ്ദേശമല്ല. ഓഫ്കോഴ്സ് ആൻസർ ഒരു ഹൈപ്പോത്തസിസ് ആയിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് അസ്യൂം ചെയ്യണം. എന്തിനായി സൃഷ്ടിക്കപ്പെട്ട മൃഗജാലങ്ങളെ മുഴുവൻ ഇദ്ദേഹത്തിന്റെ മുന്നിലൂടെ പറഞ്ഞു വിട്ടത്? ആരാ ബെഞ്ചമിൻ സാറാണോ? വെരി ഗുഡ് കേട്ടോ. ഇവിടെ നിന്ന് ചോദിക്കും, ഇവിടുന്ന് എന്തിനാ ഈ ആദാമിനെ അതിലേക്ക് പറഞ്ഞു വിട്ടത്? ആരാ ആ കൂട്ടത്തിൽ വല്ല തക്ക തുണ ഉണ്ടാകുമോന്നല്ലയോ? ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം. ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യന് ദൈവം തന്റെ ദിവ്യ പദ്ധതി പ്രകാരം പ്ലാൻ ചെയ്തിട്ടുണ്ട് തക്ക തുണകളെ കൊടുക്കാൻ. ദൈവം എല്ലാ കാലത്തും കൊടുക്കുന്നു, ഇന്നും കൊടുക്കുന്നു. പക്ഷെ ഈ ആദാം കടന്നുപോയ ടെസ്റ്റ് ഇന്നും ഉണ്ട്, എന്നും ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ ദൈവത്തിനൊരു ദിവ്യ പദ്ധതി ഉള്ളപ്പോൾ തന്നെ ഈ മൃഗജാലങ്ങളെല്ലാം ഈ ആദാമിന്റെ മുന്നിൽ കൂടെ കടന്നു വരും. പുള്ളി ഒരു തീരുമാനം എടുക്കണം, എവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം. ദൈവമായ എല്ലാ കാലത്തും തക്ക തുണയെ കൊടുക്കുന്നു. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക്, ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യുന്നവർക്ക് പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നു. ഞാൻ സെമിനാരി പഠിക്കുന്ന ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഭാര്യയെ കണ്ടുമുട്ടുന്നത്. സെമിനാരിയിലൊന്നും അല്ല കേട്ടോ. നിങ്ങൾ തമ്മിൽ ഒരു ലോങ് പീരീഡ് കണ്ടു. ലോങ് പീരീഡ് ഓഫ് 15 minutes. ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ച ഒരു 90% ബാച്ചിലേഴ്സ് ആൻഡ് സ്പിൻസ്റ്റേഴ്സ് ആയിരുന്നു, കല്യാണം കഴിക്കാത്തവരായിരുന്നു. എന്നാൽ ഈ വിഷയം വരുമ്പോ ചോദിക്കും, പ്രാർത്ഥിക്കാനോ കാത്തിരിക്കാനോ ഇതന്നെ അധികം നൂലെ കെട്ടി ഇങ്ങോട്ട് ഇറക്കൂ, ഇതൊക്കെ ചോദിക്കുമായിരുന്നു. എന്നാൽ ഒരു സത്യം ഞാൻ പറയാം, ഈ ഒരു വിഷയത്തിൽ ദൈവസന്നിധിയിൽ എല്ലാത്തിലും കാത്തിരിക്കണം. പ്രത്യേകിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന തക്ക തുണയുമായി നീ ബന്ധപ്പെടുവാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കും. ഇവിടെ എല്ലാം തക്ക തുണകളെ കണ്ടവരായിരിക്കുന്നത് ഇവിടെ. എന്നാൽ ഈ തത്വങ്ങൾ പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കുന്നത് ഈ ലെസണാണ് നമ്മുടെ തലമുറയ്ക്ക് പകരേണ്ടത്. ദൈവവചനം നാം ഗ്രഹിക്കേണ്ടത് പോലെ ഗ്രഹിക്കണം. ആദാമിന് ദൈവം ഒരു ടെസ്റ്റ് കൊടുത്തെങ്കിൽ ഇന്നും അത് സംഭവിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, എൻ്റെ ഒരു കാരണമുണ്ട്. എൻ്റെ തിമത്തിയും ചിറ്റി ഗ്രേസും കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ, എനിക്ക് തോന്നുന്ന ഒരു 5 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൽക്കട്ട മ്യൂസിയം കാണാൻ പോയി. കൽക്കട്ട മ്യൂസിയത്തിന്റെ കയറി ചെല്ലുമ്പോൾ ഫ്രണ്ട് ഹാളിൽ തന്നെ ഒരു ഗോറില്ല ഫാമിലി ഇരിപ്പുണ്ട്. മ്യൂസിയത്തിലായിരുന്നു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നുള്ള തിമത്തി പറയാം, പപ്പ മമ്മി തിമത്തി ചിറ്റി. എന്തോ അവന് 5 വയസ്സുള്ള കുഞ്ഞാണേലും ഇതിന് ആരും കൂടെ കാണണം. ഞാൻ പറയാം, പപ്പ മമ്മി തിമത്തി ചിറ്റി. എന്തൊക്കെ ഒരു കമ്പാരിസൺ ഉണ്ട് അല്ലയോ? ഞാൻ ചോദിക്കട്ടെ,
കുറഞ്ഞ പക്ഷേ ഈ ഫീമെയിൽ ഗോറില്ല ആദാമിന്റെ മുന്നിൽ കൂടെ പോയപ്പോൾ പുള്ളി ഒന്ന് അല്പം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നല്ലോ, അല്ലയോ? പിന്നീട് അവയുടെ സഹായത്തോടെ കൂടെ പുള്ളി പരാജയപ്പെട്ടെങ്കിലും ഈ ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ടില്ല. ശ്രദ്ധിച്ചോ? തുണയെ കണ്ടുപിടിക്കുന്നത് അവിടെ ഇവിടെ നടന്ന് മൃഗത്തെ പിടിച്ചുകൊണ്ട് വരികയല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. കാത്തിരിക്കുന്നവർക്ക് തക്ക തുണയെ ദൈവം തരുന്നു. വിശ്വസിക്കുന്നവർക്കാരും സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ശ്രദ്ധിക്കണം, ചില പ്രത്യേകതകൾ. ദൈവം മനുഷ്യന് വിവാഹം പ്ലാൻ ചെയ്തപ്പോൾ, കുടുംബം പ്ലാൻ ചെയ്തപ്പോൾ അതിനകത്ത് ചില മാസ്റ്റർ ഡിസൈനിങ്ങുകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രതിഭാസങ്ങളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ വിലയിരുത്തണം. യോനാചാര്യൻ പറഞ്ഞ പോലെ ദൈവവചനമായ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ദൈവം വിവാഹം പ്ലാൻ ചെയ്തപ്പോൾ അത് ഒരു സ്ത്രീയും പുരുഷനുമായിട്ടായിരുന്നു, അല്ലയോ? ഒരു സ്ത്രീയും അല്ലായിരുന്നു, പുരുഷനും അല്ലായിരുന്നു. ദൈവത്തിന്റെ മാസ്റ്റർ ഡിസൈനിങ് ശ്രദ്ധിച്ചോളാം. എന്ന് വെച്ചാൽ ഇന്നത്തെയൊക്കെ ഹോമോസെക്ച്വാലിറ്റിയും ലെസ്ബിയനിസത്തെയൊക്കെ ഈ അടിസ്ഥാനം റെഫ്യൂട്ട് ചെയ്യുകയാണ്. ഇനി ഓർത്തോണം, പിൽക്കാലത്ത് ദാവീദ് ഉൾപ്പെടെ പല പുള്ളികൾക്കും ഒരുപാട് ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു, അല്ലയോ? പക്ഷെ എന്നാൽ ദൈവത്തിന്റെ മാസ്റ്റർ ഡിസൈനിങ് നോക്കിയാലോ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്. ടോട്ടലി റെഫ്യൂട്ട് ദ ഈവിൾ പ്രാക്ടീസ് ഓഫ് പോളിഗമി. ആരംഭത്തിൽ ദൈവം എങ്ങനെ ചെയ്തു? വെളിപ്പാടിന്റെ പൂർത്തീകരണം വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസിലൂടെ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നത് എന്തുവാ? ബഹുഭാര്യത്വത്തെ കുറിച്ചാണ്. ഒരു ഭർത്താവ്, ഒരു ഭാര്യ. ആമേൻ. നമുക്ക് മുന്നോട്ട് കടന്നു വരാം. ഇനി നമ്മൾ ഈ വായിച്ച വചനത്തിലേക്ക് തന്നെ വന്നാൽ, ദൈവം ഈ കുടുംബം പ്ലാൻ ചെയ്തപ്പോൾ, വിവാഹം പ്ലാൻ ചെയ്തപ്പോൾ ഇതിനകത്ത് ദൈവത്തിനൊരു ദിവ്യ പദ്ധതിയുണ്ട്. ഇനി തൊട്ടുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ വിവാഹത്തിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കുടുംബത്തിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു 3-4 തരത്തിൽ നമുക്ക് വേണേൽ തിരിക്കാം. വടിയത്തിൻ്റെ പോണേ അതൊക്കെയാണ് ദൈവത്തിന്റെ പദ്ധതി. എന്തുവാ വിവാഹത്തിലൂടെ ദൈവം ഉദ്ദേശിച്ച കുടുംബത്തിലൂടെ? Come on. ഇന്നലെ രണ്ടിനെയും കൂടെ ദൈവം ഒരുമിച്ച് ആക്കിയെന്ന്. ഭൂമിയെ അടക്കി ഭരിക്കാനെന്ന്. ഇവിടെ കേട്ടോ? വെരി ഗുഡ്. ആദ്യ വചനം എല്ലാവരുടെയും കോൺട്രിബ്യൂഷനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കേട്ടോ. ഐ വാണ്ട് യു ടു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് കോൺട്രിബ്യൂട്ട് സോ ദാറ്റ് ദി സെഷൻ വിൽ ബി മോർ ക്രിയേറ്റീവ്. ആദ്യ വചനത്തിലേക്ക് വന്നു കിടന്നത്, അത് വായിച്ച വാക്യത്തിന്റെ ആദ്യ സെന്റൻസിലേക്കാണ്. എന്തോ ആദ്യത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സോഷ്യൽ ലൈഫ്, അല്ലയോ? സോഷ്യൽ പർപ്പസ്. ഇനി അടുത്തത് കർത്താവിന്റെ ദാസി പറഞ്ഞത് ബയോളജിക്കൽ പർപ്പസ്. ഇതിനെല്ലാം അപ്പുറത്ത് സ്പിരിച്വൽ പർപ്പസാണ്. ഇനി ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാത്ത വേറൊരു കാര്യമുണ്ട്. നാലാമത്തേത് മിഷണൽ പർപ്പസാണ്. ഇപ്പൊ ഇവിടെ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഉദയജി നോർമൽ ക്രിസ്ത്യാനിയുടെ പറഞ്ഞപ്പോൾ അവിടെ മിഷൻ വന്നു, ഇപ്പൊ കല്യാണം പറഞ്ഞപ്പോഴും മിഷൻ വന്നു. അവിടെ കിടപ്പുണ്ട്.
കിടപ്പുണ്ട്. ദൈവവചനത്തിന്റെ ആ ആഴത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ ഒടുവിൽ പിടിച്ചു വരുന്നത് മിഷനേനായിരിക്കും. കാരണം ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ 4 പർപ്പസുകളെ ഓരോന്നായിട്ടൊന്ന് വിലയിരുത്തണം. ഒന്നാമത്തെ എന്തുവാ? സോഷ്യൽ. അതാ വചനം പറഞ്ഞ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് ഇവന്റെ ഏകാന്തതയാ ദൈവം കണ്ടത്. ആ ഏകാന്തതയ്ക്ക് പരിഹാരം അവനെ പോലെ ഒരു മനുഷ്യനെ ദൈവത്തിന് അവന് കൊടുക്കണം. അതുകൊണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് തക്കതായ തുണ. എന്തിനാണ്? ടു ലീവ് വിത്ത് ഹിം ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ടൈം. ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും അവനോട് ഒരുമിച്ച് സഹകരിക്കുവാൻ. It's not only the time when you have health and wealth. പണവും ആരോഗ്യമുള്ള കാലത്ത് കൂടെ താമസിക്കാനുള്ള ഉദ്ദേശത്തോടല്ല, ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും. ഞാൻ ഇന്ന് രാവിലെയും ദൈവസന്നിധിയിൽ ചിന്തിച്ചു, കർത്താവേ, ഈ വചനവുമായി ITC ഹെബ്രോൻ സഭയിൽ ഞാൻ നിൽക്കണോ? ഞാൻ ഈവൻ ദൈവസന്നിധി ചോദിച്ചു, വേറെ ഏത് വചനമാണ്? ദൈവാത്മാവ് പറഞ്ഞു, ഈ വചനം തന്നെ. ദൈവം ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ചാക്കുന്നത് to live together throughout your lifetime, to help each other, support each other. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് ഞാൻ ആ താമസിച്ച വീട്ടിൽ ചില ടെക്നിക്കൽ വർക്കുകൾ നടക്കണമെന്ന്, റിപ്പയറിംഗ് വർക്ക്. അതിനുവേണ്ടി ജെയിംസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം പണിക്ക് വന്നു. മലയാളി സമൂഹത്തിൽപ്പെട്ട ആളല്ല, ഇവിടുത്തുകാരൻ. എന്നിട്ട് ഇദ്ദേഹം കുറേ സമയം അവിടെ വീട്ടിൽ പണിതപ്പോൾ ഞാൻ ഇദ്ദേഹം കൂടെ അങ്ങ് ക്ലോസ് ആയി. എന്നിട്ട് ഒരുപാട് കാര്യം ചോദിച്ചപ്പോൾ ഇയാൾ ഒരു വിശ്വാസിയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ കുടുംബമൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് കേട്ടോ, കുടുംബത്തെ കുറിച്ച് വേണം. എനിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ വർഷങ്ങൾ ജീവിച്ചു. ഞങ്ങൾക്ക് 4 പിള്ളേരും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, ഷീ ഈസ് ഗെറ്റിംഗ് ഓൾഡ്. ഇവക്ക് അങ്ങ് പ്രായം ചെയ്തെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഐ ലെഫ്റ്റ് ഹർ, though she was not interested in it. ആ പാവപ്പെട്ട സഹോദരിക്ക് അതിൽ താല്പര്യം അല്ലായിരുന്നെങ്കിൽ പോലും ഇയാൾക്ക് തോന്നി അവക്ക് പ്രായം കൂടുന്നുണ്ട്. ഐ ലെഫ്റ്റ് ഹർ. I took another one. We lived together only for 3 years. Oh, she was not at all good. I just chased her out. രണ്ടാമത് എടുത്തപ്പോൾ 3 വർഷമായപ്പോഴത്തേക്ക് ഒന്നിനും കുളത്തിൽ വന്നി അടിച്ച് വെളിയിലാണ്. ഇനി കേട്ടു, another one is with me now. What shall I say about her? I am also getting old. ഞാൻ 3ാമത് ഒരെണ്ണത്തിനെ എടുത്തു. ഞാൻ അവളെ കുറിച്ച് എന്നാ പറയാനാ? എനിവേ, ഞാനും പ്രായം ചെന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ കാഷ്വലായി സംസാരിക്കുക. അന്നേരവും താൻ പറയുന്നത് താൻ ഒരു ചർച്ച് ഗോയിങ് ക്രിസ്ത്യനായിട്ടാണ്. വേറൊരു ഉദാഹരണം കേൾക്കണം. ഞാൻ ന്യൂജേഴ്സിയിൽ ഒരു ഇന്ത്യൻ ഹോട്ടലിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഒരു അമ്മച്ചിയുടെ വന്ന് ചാടി. ഒരു 62 വയസ്സുകാർ. അത് മലയാളിയല്ല, ഇവിടുത്തുകാരി. അവിടെ വന്ന് ചോദിക്കുക, അവർക്ക് പഞ്ചാബി ഫുഡ് വേണം. അന്നേരം ഈ ഹോട്ടലുകാരന് ഭാഷ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇവരുടെ 2 മധ്യത്തിൽ വരേണ്ട വന്നു ട്രാൻസ്ലേറ്റ് ചെയ്യുക. അന്നേരം ഞാൻ ഇവളോട് പേഴ്സണലി, എനിക്ക് ഈ പഞ്ചാബി ഫുഡിൽ തന്നെ ഇത്ര താല്പര്യം വരാൻ കാരണം എൻ്റെ ചിന്ത ഇവള് പഞ്ചാബിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും മിഷണറി ആയിട്ട് വല്ലോ ഇരുന്നോ എന്നുള്ള ചിന്തയാണ് എനിക്കുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ എന്നാന്നറിയാമോ? എൻ്റെ പ്രസന്റ് ബോയ് ഫ്രണ്ട് ഈസ് ഫ്രം പഞ്ചാബ്.
എന്നാൽ ഇത്രയും സംഭാഷണം നടന്നപ്പോൾ ഈ ഹോട്ടലുകാരൻ എന്നെ പാസ്റ്റർ എന്ന് അഡ്രസ് ചെയ്തു. ഉടനെ ഇവർക്ക് മനസ്സിലായി ഞാനൊരു പാസ്റ്ററാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സംഭാഷണം നിർത്തി. ഇവള് വീണ്ടും സംസാരിക്കുക. ഇവള് പിന്നെ പറയുക, എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു കേട്ടോ, പുള്ളിക്ക് വളരെ ക്ഷീണിതനായി, ഇപ്പൊ റീഹാബിലാണ്. ഞാന് പുള്ളിയുടെ ബർത്ത്ഡേക്ക് എല്ലാ ബർത്ത്ഡേക്കും ഫ്ലവർ അയക്കാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ എവിടെ? ഭർത്താവിന് എല്ലാ വർഷവും ഫ്ലവർ അയക്കുന്നുണ്ടെന്ന്. ഇപ്പൊ പഞ്ചാബിയുടെ കൂടാണെന്ന്. കാലഘട്ടത്തിന്റെ പ്രതിഭാസങ്ങൾ ഇതാണ്. ദൈവം തുണയല്ല, തക്ക തുണകളെയാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിന് അറിയാം പ്രായമൊക്കെ ചെല്ലുമെന്ന്. ഇന്ന് കല്യാണം കഴിച്ചാൽ ഇന്നത്തെ പോലെ എന്നും ഇരിക്കത്തൊന്നുമില്ല. അപ്പിയറൻസ് ഒക്കെ മാറും, സൗന്ദര്യമൊക്കെ കുറയും. എന്നാൽ എല്ലാ കാലത്തും ഒരുമിച്ച് ജീവിക്കുവാൻ തക്ക തുണകളായി സഹകരിച്ച് ഇവിടെ ദൈവവചനം റെഫ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ ഈവിൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. എന്തുവാണെന്നറിയാമോ? എന്തോ ദൈവവചനം ഇവിടെ റെഫ്യൂട്ട് ചെയ്യുന്ന ഒരു ഈവിൾ, ഡിവോഴ്സ്. ദൈവത്തിന്റെ വചനം ഡിവോഴ്സിനെ ടോട്ടലായി ഡിവോഴ്സ് തള്ളിക്കളയുകയാണ്. ദൈവം വചനത്തിന്റെ മുമ്പിൽ ഡിവോഴ്സ് എന്നൊരു പദം ഉപയോഗിക്കുവാൻ പ്രമാണമില്ല. ഇനി ഓർത്തോണം, ദൈവാത്മാവ് വിവേചിക്കുന്നു. ആരെങ്കിലും ഒരു വിശ്വാസിയായ വ്യക്തിത്വം ആ വിധത്തിൽ പ്രമാണ ലംഘനം നടത്തിയെങ്കിൽ നിന്റെ നിത്യതയുടെ മുമ്പിൽ ഒരു ചോദ്യമാർക്ക് വീണ് കഴിഞ്ഞു. നിന്റെ നിത്യതയുടെ മുമ്പിൽ ഒരു ചോദ്യമാർക്ക് വീണ് കഴിഞ്ഞു. കർത്താവിന്റെ കാലത്ത് ഇതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായാലോ? ചിലർക്കൊക്കെ ഒരു ലൈസൻസ് കിട്ടിയ പോലെ മോശെ അനുവദിച്ചില്ലായിരുന്നു അല്ലയോ? അതിന് മറുപടി എന്തോ അവിടുത്തെ? എന്തുവാ? മോശെ അനുവദിച്ചതും നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യത കൊണ്ടാണ്. നമ്മായിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവവചനം ഗ്രഹിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും ജീവിക്കുവാൻ നാം സമർപ്പണമുള്ളവരെ. ഡിവോഴ്സ് ചെയ്തതിലൊക്കെ അംഗീകരിക്കുന്ന സഭകൾ ഇന്നുണ്ടല്ലയോ? അവിടെ നടന്നോട്ടെ. ദൈവവചനത്തിന്റെ പ്രമാണം ലംഘിക്കുവാൻ ദൈവം ആർക്കും അവസരം കൊടുത്തിട്ടില്ല. ആ ഒരു ചിന്ത പോലും ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ കടന്നു. ക്ഷീണം വന്നോട്ടെ, ഭാരം വന്നോട്ടെ, ദുഃഖം വന്നോട്ടെ, ഇതൊക്കെ ശരിയാണ്. To be together. To be together. ആരുടെയും ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിത്യതയുടെ മുമ്പിൽ ചോദ്യമാർക്കാ വീണിരിക്കും. മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, കൂനില്ലാത്ത ഒട്ടകമില്ലെന്ന്. മനസ്സിലായോ? കൂന് എന്ന് പറഞ്ഞ അർത്ഥമല്ല. ഒട്ടകത്തെ കണ്ടിട്ടുള്ളവരാണ് അവിടെ ഇരിക്കുന്നത്. അതിന്റെ പുറത്ത് വലിയ കൂന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രഹസ്യം പറയാം. ഈ ന്യൂ ബോൺ ഒട്ടകങ്ങളെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിനെ കണ്ടാൽ ഈ കൂൻ അങ്ങനെ തോന്നത്തില്ല. അതേതാണ്ട് ഒരു മാൻകുട്ടിയോ ആട്ടുകുട്ടി പോലൊക്കെ ഇരിക്കും. പക്ഷെ ഇതങ്ങോട്ട് വളരാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ ഈ കൂന് പ്രത്യക്ഷപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഇത് തന്നെയാണ് കുടുംബജീവിതത്തിന്റെ ആരംഭം. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്നുള്ള ചിന്തയിലൊക്കെയാ പെട്ടെന്ന് കയറി കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത്.
അങ്ങോട്ട് അടുക്കുമ്പോൾ അറിയാം കൂനൊക്കെ എവിടാണെന്നുള്ളത്. അതുകൊണ്ടാ പറഞ്ഞ കൂനില്ലാത്ത എന്നാ ഈ കൂനുള്ളത് പോട്ടെ, വേറെ കൂനില്ലാത്ത കണ്ടുപിടിക്കാൻ കിട്ടുമോ? ദൈവവചനം വളരെ സ്പഷ്ടമായി അതിന് നമുക്ക് ഉപദേശം തരികയാണ് ഏത് വിധത്തിൽ കുടുംബജീവിതം ജീവിക്കണം. ഒന്നാമത്തെ സോഷ്യൽ പർപ്പസ് ടു ലിവ് ടുഗദർ ത്രൂ ഔട്ട് യുവർ ലൈഫ് ടൈം. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? ബയോളജിക്കൽ പർപ്പസ്. ബയോളജിക്കൽ പർപ്പസ് എന്ന് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സന്താനപുഷ്ടിയുള്ളവരായി തീരുക ആക്കി. പക്ഷെ അവിടെ അല്ല ആശയം കിടക്കുന്നത്. സന്താനപുഷ്ടി ഉള്ളവരായി തീരണം ഈ അപ്പന്റെയും അമ്മയുടെയും കടപ്പാടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു തലമുറയെ ഒരുക്കിക്കൊണ്ടുവരണമെന്നുള്ളത്. റീപ്രൊഡക്ഷൻ ഫാക്ടർ മാത്രമല്ല അവിടെ കിടക്കുന്നത്. ആ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവ ഭക്തിയിൽ വളർത്തി ദൈവത്തിന് പ്രസാദമുള്ളവരായി തീർക്കണം. ഓ, എന്തൊരു കടപ്പാടല്ലേ! കഴിഞ്ഞ ആഴ്ചയും ദൈവാത്മാവ് സംസാരിച്ചു. മക്കളുണ്ടാകുന്നതൊക്കെ നല്ലതാണ്, മക്കളുടെ എണ്ണം കൂടട്ടെ, കുഴപ്പമൊന്നുമില്ല. മക്കളൊക്കെ താലന്തുകളാണ്. അറിയുമോ? ഈ താലന്ത് എന്തോ ചെയ്യണം? നമ്മൾ വ്യാപാരം ചെയ്യണം. കർത്താവ് നല്ല ഉദാഹരണം പറഞ്ഞല്ലോ. ഒന്ന് കിട്ടിയ ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലയോ? 3 തലത്തിലുള്ളത് കിട്ടിയില്ലയോ? ഒന്നുകാരൻ എന്തോ ചെയ്തു? കുഴിച്ചിട്ടു. അവനോട് കർത്താവ് എന്തോ പറഞ്ഞേ? മടിയനും 5കാരനോട് എന്തോ പറഞ്ഞു? അവനെന്തോ കൊടുത്തു. തലമുറയെ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് വ്യാപാരം ചെയ്യാനാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ. ഇന്നും ഏതൻ തോട്ടത്തിൽ നിന്നൊരു ചോദ്യം മാറ്റിൽ കൊള്ളുന്നുണ്ട്. ദൈവം കൈനോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്തുവാ? നിന്റെ സഹോദരനായ എന്നും ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച മക്കളെവിടെ? ബയോളജിക്കൽ പർപ്പസ് എന്ന് വരുമ്പോൾ റീപ്രൊഡക്ഷൻ മാത്രമല്ല, ദൈവത്തിന് പ്രസാദമുള്ളവരായി അവരെ വളർത്തിക്കൊണ്ടുവരിക. വീണ്ടും പുതിയ സമർപ്പണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നല്ലവനും വിശ്വസ്തനും എന്ന കമന്റിനായി നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ ശ്രദ്ധിച്ചു കൊള്ളണം, ഈ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക ഈവിളിനെ ദൈവവചനം റെഫ്യൂട്ട് ചെയ്യും. എന്തുവാണെന്നറിയാമോ? പ്ലീസ്, ഈ ബയോളജിക്കൽ പർപ്പസിൽ വരുമ്പോൾ ദൈവവചനം റെഫ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവിൾ സിംഗിൾ പാരന്റ്ഹുഡ്. മനസ്സിലായോ? എന്തുവാ സിംഗിൾ പാരന്റ്ഹുഡ്? ഓക്കെ, മക്കളൊക്കെ ജനിക്കണം, അതിനുള്ള കോഴികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ വേറൊരാൾക്ക് കീഴ്പ്പെടാനൊന്നും പോകുന്നില്ല, ഞാൻ തന്നെ വളർത്തിക്കോളാമെന്ന്. മക്കൾ വേണ്ടാന്ന് ചിന്തിച്ച് സിംഗിളാകുന്നവരുമുണ്ട്. ഇതൊന്നും ദൈവവചനത്തിന്റെ പ്രമാണമല്ല. മക്കൾ ജനിക്കുവാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ച് അവരെ വളർത്തുവാൻ. മൂന്നാമത്തെ പർപ്പസ് എന്തുവാ ഞാനിവിടെ പറഞ്ഞത്? സ്പിരിച്വൽ പർപ്പസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു വാക്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൂ. 1 കൊരിന്ത്യർ 7:2. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും മതി. Because of immorality,
each man should have his own wife, each woman should have her own husband. എന്തുവാ? Because of മലയാളം എന്തോ പറഞ്ഞു? ദുർനടപ്പ് നിമിത്തം. ഓർത്തോളം, ഈ ശരീരത്തിൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം നാം ജഡത്തിന്റെ ചിന്തകൾക്ക് അധീനരാണ്. As long as we are on this mortal body, there is inborn tendency of evil with every one of us. സർവശക്തനായ ദൈവം അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജഡപരമായ ചിന്തകളൊക്കെ ഈ കുടുംബത്തിന്റെ 4 മതിലിനകത്ത് ഒതുക്കി നിർത്തണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദുർനടപ്പ് നിമിത്തം ഓരോ പുരുഷനും അവന്റെ ഭാര്യയും ഓരോ സ്ത്രീക്ക് അവളുടെ ഭർത്താവും ഉണ്ടാകണം. അടുത്ത സമയത്ത് അമേരിക്കക്കാരനും വെള്ളക്കാരനുമായ ഒരു പാസ്റ്ററുടെ വചനം ഞാൻ ശ്രദ്ധിച്ചത് എപ്പോഴും എന്നെ ചിന്തിക്കാറുണ്ട്. അദ്ദേഹം ആ വിഷയം എടുത്തു പറഞ്ഞതായി എനിക്ക് വലിയ രസം തോന്നിയത്. അദ്ദേഹം പറയുന്നു, നാം ആയിരിക്കുന്ന കാലഘട്ടം fornication is preparation for marriage and adultery is an entertainment. കാലഘട്ടത്തിന്റെ പ്രതിഭാസത്തെ ആ ഭക്തനായ ദൈവദാസൻ പറയുകയാണ്. ഫോർണിക്കേഷനും അഡൾട്ടറിയും തമ്മിൽ വ്യത്യാസം അറിയാമല്ലോ, അല്ലയോ? ഇന്ന് പകൽക്കാലം അത് ഗ്രഹിക്കുന്നവരും നമ്മുടെ പിൻതലമുറയെ ഗ്രഹിപ്പിക്കുന്നവരുമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കണം. Fornication is not at all preparation for marriage. Adultery is not at all entertainment. ദൈവത്തിന്റെ പ്രമാണമാണ്. ഭാര്യ-ഭർതൃ ബന്ധം കുടുംബത്തിന്റെ 4 ഭിത്തിക്കകത്താണ്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം ആ വിധത്തിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4ാമത്തെ പർപ്പസ് മിഷണൽ പർപ്പസ്. എന്തോ ആണ് അതിന്റെ ആശയം? നിങ്ങൾ ആരെങ്കിലും പറയാം, എന്തോ ഒരു കുടുംബത്തിലൂടെയുള്ള മിഷണൽ പർപ്പസ്? എനിപ്പറ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലേ? പണമാണല്ലോ, വന്നില്ലയോ? ആദാമിന്റെ 1ാമത്തെ കുടുംബം തൊട്ട് ഇന്നു വരെയും കുടുംബവുമായി ബന്ധത്തിൽ ആത്മീയ പോരാട്ടമുണ്ട്. ശത്രു എല്ലാ തന്ത്രങ്ങളും മെനയുന്നുണ്ട് കുടുംബത്തെ തകർക്കുവാൻ. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കി, in spite of all these trends, in all the ages, there have been godly men and women who have been leading godly families. ഈ ആത്മീയ പോരാട്ടം ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ എല്ലാ കാലഘട്ടങ്ങളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തെ യഥാർത്ഥമായി പിൻപറ്റിയ ഭക്തന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുണ്ടായി. ആ കുടുംബം എന്ന് പറയുന്നത് സെക്കൻഡ് ഹെവനാണ്. സ്വർഗം കഴിഞ്ഞാൽ അടുത്ത സ്ഥലമാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും അങ്ങനെ ഭക്തന്മാരുടെ ഒരു വലിയ ഗണം ഈ തലമുറയിലുണ്ട്. അങ്ങനെയുള്ള ഭക്തന്മാരുടെ കുടുംബം ഇന്നും സ്വർഗം കഴിഞ്ഞാൽ അടുത്തതാണ്. ഇനിയും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുടുംബം എന്താണെന്നറിയാമോ? നരകം കഴിഞ്ഞാൽ അടുത്തത്. ഹെബ്രോൻ സഭയിലെ എല്ലാ കുടുംബങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു.
കഴിഞ്ഞ തലമുറയിലെ ഭക്തന്മാരുടെ കുടുംബം പോലുള്ള കുടുംബങ്ങളായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു എന്നാ പറഞ്ഞ കേട്ടോ. അങ്ങനെയുള്ള ഒരു കുടുംബം ഏതു തലമുറയിലും ഒരു സമൂഹത്തിൽ വസിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യം മാർക്കാണ്. അരെ, ഈ കുടുംബത്തിലെ സന്തോഷത്തിനും ആനന്ദത്തിനും അനുഗ്രഹത്തിനും ഒക്കെ കാരണം എന്താ? വാക്കും സംഭാഷണവും കൂടാതെ അവർക്ക് ഉത്തരം കിട്ടും. ഈ കുടുംബങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണ്, ദൈവ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടവരെ. വാക്കും സംഭാഷണവും കൂടാതെ ജീവിക്കുന്ന ഒരു ദൈവത്തെ നിന്റെ കുടുംബത്തിലൂടെ ലോകത്തോട് നിനക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഫർദറായിട്ട് കടക്കുന്നില്ല. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. നാം വീണ്ടും ശ്രദ്ധിക്കുവാൻ പോകുന്നത് കുടുംബജീവിതം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനങ്ങൾ എന്താണ്? കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്താണ്? വചനത്തിൽ ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ദൈവത്തെ തികഞ്ഞ് പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിനകത്ത് ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടങ്ങ് അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പന പ്രമാണിക്കുന്ന ഒരു പിതാവ്. ദൈവഭക്തിയായ ഒരു മാതാവ്. മൂന്ന്, ദൈവ ഭയത്തിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വന്നാൽ സ്വർഗം കഴിഞ്ഞ അടുത്ത സ്ഥലം. ഒന്നാമത്തെ എന്തുവാ? ദൈവത്തെ ഭയപ്പെട്ട് ദൈവ കൽപ്പന പ്രമാണിക്കുന്ന ഒരു പിതാവ്. നാം നമ്മെ തന്നെ വിലയിരുത്തണം. ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തിന് കീഴ്പ്പെട്ട്, ദൈവ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ദൈവ പ്രമാണം പാലിക്കുന്ന ഒരു പിതാവ്. ദൈവഭക്തയായ ഒരു മാതാവ്. ഞാൻ പുറമോട്ട് നോക്കുമ്പോൾ ചില മാതാക്കളെ എൻ്റെ മനസ്സിൽ വരുന്നത് എപ്പോഴും ഏത് പിക്ചറാണെന്നറിയാമോ? ഒരു വെള്ളത്തോർത്തും തലയിലിട്ട് ഭവനത്തിനകത്ത് കാണുന്ന ഒരു രൂപം. ഭവനത്തിലെ എത്ര ബിസി സ്കെഡ്യൂൾ ഉണ്ടെങ്കിലും രാവിലെ 10 മണിയാകുമ്പോൾ സാമ്പാറിൻ്റെ ഐറ്റം ഒക്കെ അടുപ്പ കയറ്റി വെച്ചായിരിക്കും മുട്ടുമടക്കി തലയിൽ ഒരു തോർത്തുമൊക്കെ ഇട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന, തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തയായ ഒരു മാതാവ്. മൂന്നാമത്തത് ഞാൻ പറഞ്ഞു, ദൈവഭയത്തിൽ വളരുന്ന പിള്ളേരെന്നല്ല പറഞ്ഞത്, ദൈവഭയത്തിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ. ഇത് മൂന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ കുടുംബം സെക്കൻഡ് ഹെവനാണ്. ഭാര്യ-ഭർത്തൃ ബന്ധം അനുഗ്രഹിക്കപ്പെടാൻ ആവശ്യമായ ചില കാര്യങ്ങൾ. ഒന്ന്, പരസ്പര സ്നേഹം. കല്യാണത്തിന്റെ പ്രാരംഭ ദിശയിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും പരസ്പര സ്നേഹം, പരസ്പര കേട്ടണം വിശ്വാസം.
വയസ്സാം കാലത്ത് ഭർത്താവിനെ വിശ്വാസമില്ലാത്ത അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വയസ്സാം കാലത്ത് അമ്മച്ചിയെ വിശ്വാസമില്ലാത്ത അപ്പച്ചന്മാരെയും കണ്ടിട്ടുണ്ട്. ഒരിക്കല് വേണ്ട കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സഹകരിക്കുക, സ്നേഹിക്കുക, ക്ഷമിക്കുക, അംഗീകരിക്കുക, കീഴ്പ്പെടുക. കുടുംബത്തിലെ കർത്തൃത്വം ആർക്കായിരിക്കും? ഭർത്താവിനായിരിക്കണം. ഭാര്യയ്ക്ക് ശമ്പളം കൂടിയതുകൊണ്ടോ? ഭാര്യയ്ക്ക് ശമ്പളം കൂടിയാലോ ആർക്കാ കർത്തൃത്വം? ആരും മിണ്ടുന്നില്ലല്ലോ. കുടുംബത്തിലെ കർത്തൃത്വം ഭർത്താവിന് തന്നെ ആയിരിക്കണം. തലമുറകളെ ദൈവസന്നിധിയിൽ വളർത്തണം. ഇന്ന് പകൽക്കാലം നമ്മുടെ തലകളെ വണക്കാൻ, കണ്ണുകൾ അടയ്ക്കാൻ, ഒരു കുടുംബം എന്ന വിഷയത്തെ നാം അടുത്ത ആഴ്ചയും ഈ വിഷയം തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. എങ്ങനെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബം ദൈവഹിതപ്രകാരം ദൈവത്തിന് മഹത്വം വരുത്തുന്നതായി തീരും, ആ വിഷയത്തെ നാം അടുത്ത ആഴ്ച ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ലോക്കൽ സഭയായി ദൈവസന്നിധിയിൽ അടിസ്ഥാനപ്പെട്ട് ദൈവഹിതത്തിന്റെ റൈറ്റ് സെന്ററിൽ നിന്ന് ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ പണി ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. IPC ഹെബ്രോൻ സഭയോടുള്ള ദൂതുമാണ്. അങ്ങനെയെങ്കിൽ ഓരോ കുടുംബങ്ങളിലും കുടുംബവുമായി ബന്ധത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയേണ്ട തലങ്ങൾ എവിടുന്നൊക്കെ ശ്രദ്ധിക്കണം. ഏതൻ തോട്ടത്തിൽ ദൈവം തക്ക തുണകളെ കൊടുത്ത് മാനിച്ച ദൈവമാണ്. എല്ലാ കാലത്തും മാനിക്കുന്ന ദൈവമാണ്. തക്ക തുണയ്ക്ക് വേണ്ടി തോട്ടത്തിൽ അവിടെയും ഇവിടെയും ഓടി നടക്കേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ് വേണ്ടത്. ഇന്നും ദൈവം തക്ക തുണകളെ കൊടുക്കും. ദൈവത്തിന്റെ മാസ്റ്റർ ഡിസൈനിലേക്ക് വന്ന ഒരു ഭാര്യ, ഒരു ഭർത്താവ്, പോളിഗമി, ബഹുഭാര്യത്വം ദൈവവചനത്തിൽ ഇല്ല. ദൈവവചനത്തിന്റെ എതിരാണത്. ഓഫ് കോഴ്സ് പെർവേഴ്സിറ്റീസ് ഒക്കെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആ സത്യത്തെ കൊണ്ടുവരികയാണ്. പരസ്യമായോ രഹസ്യമായോ കുടുംബജീവിതം ഒരു ഭാര്യയും ഒരു ഭർത്താവുമായിട്ടാണ്. കുടുംബജീവിതം രഹസ്യ ജീവിതത്തിലാണെങ്കിലും പരസ്യ ജീവിതത്തിലാണെങ്കിലും ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അതാണ് ദൈവത്തിന്റെ പ്രമാണം. സ്ത്രീയും സ്ത്രീയുമായിട്ടല്ല, പുരുഷനും പുരുഷനുമായിട്ടല്ല. ദൈവത്തിന്റെ മാസ്റ്റർ ഡിസൈനിങ് ശ്രദ്ധിച്ചാൽ സ്ത്രീയും പുരുഷനും തമ്മിലാണ് കുടുംബം, വിവാഹം. ദൈവം അത് പ്ലാൻ ചെയ്തപ്പോ 4 പ്രത്യേക പർപ്പസുകൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന്, ടു ബി എ suitable companion throughout your lifetime. കുടുംബജീവിതത്തിൽ റിട്ടയർമെന്റ് ഇല്ല. ഈ കാലഘട്ടത്തിൽ പലരും ചിന്തിക്കുന്നുണ്ട്, മക്കളൊക്കെ വളർന്ന ഒരു നിലയിലായി കഴിയുമ്പോൾ ഇനി നമുക്ക് തമ്മിൽ പിരിയാം. നോ റിട്ടയർമെന്റ്, നോ റിട്ടയർമെന്റ്, നോ റിട്ടയർമെന്റ്. ടു ബി suitable companion, to support each other throughout your lifetime. സെക്കൻഡ് പർപ്പസ് ബയോളജിക്കൽ. റീപ്രൊഡക്ഷൻ എന്നൊരാശയം മാത്രമല്ല,
ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം മക്കളായി തന്നിരിക്കുന്ന താലന്തുകളെ ശരിയായി വ്യാപാരം ചെയ്ത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി വളർത്തിക്കൊണ്ടുവരണം. കുടുംബം മൂന്നാമതായി ദൈവം തന്നത് വിശുദ്ധ ജീവിതം നയിക്കുവാനാണ്. ശരീരത്തിലായിരിക്കുന്നിടത്തോളം ജഡത്തിന്റെ ചിന്തകൾ ഉണ്ടാകും. എന്നാൽ കുടുംബത്തിന്റെ 4 ഭിത്തിക്കകത്ത് ഒതുക്കി നിർത്തുവാൻ. നാലാമത്തേത്, നിന്റെ കുടുംബം ഒരു മാതൃക കുടുംബമായി. ചുറ്റുപാടുമുള്ള കുടുംബങ്ങൾക്ക് വാക്കും സംഭാഷണവും കൂടാതെ നിന്നെ ശ്രദ്ധിച്ച്, നിന്റെ കുടുംബത്തെ ശ്രദ്ധിച്ച് ഉയരത്തിലുള്ള ഒരു ദൈവത്തെ കാണുവാനും, let your family to represent God's glorious kingdom on this earth. വരാനുള്ള ദൈവത്തിന്റെ രാജ്യത്തെ പ്രദർശിപ്പിക്കുന്നതായിരിക്കണം നിന്റെ കുടുംബം. ഇത് പകൽക്കാലം വീണ്ടും നാം അതിനായി ആഗ്രഹിക്കുമ്പോൾ നാം അവന്റെ കൃപയ്ക്കായി യാചിക്കാം. ഈ ലോകത്തിലെ ജീവിതം അല്പകാലത്തേക്ക് മാത്രം, അത് വേഗം തീരുന്നത്. ഹല്ലേലൂയ. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടവർ മറന്നു പോകരുത്, അത് ദൈവത്തിന്റെ നിത്യ പദ്ധതി പ്രകാരമാണ്. കുടുംബ ജീവിതം ദൈവം അനുഗ്രഹമായി തന്നിരിക്കുന്നു. അത് ശാപമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവസന്ധി എളിമപ്പെടാം, വിനയപ്പെടാം, ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നടത്തിപ്പ് തരുന്നവരാണ്. നമ്മെ തന്നെ വഹിച്ച്, സഭയെ വഹിച്ച് പ്രാർത്ഥിക്കാം.